നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 കാറ്റഗറി 1 ഇംഗ്ലീഷിനെ കുറിച്ചായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ട ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ 25ഓളം മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യ അവസാനം കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. The old man fainted. Immediately the doctor was dash. വയസ്സായ മനുഷ്യൻ കുഴഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്. ഡോക്ടർ വാസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെൻറ്റ് ഓഫ്, ഓപ്ഷൻ ബി സെൻറ്റ് ഫോർ, ഓപ്ഷൻ സി സെൻറ്റ് ഇൻ, ഓപ്ഷൻ ഡി സെൻറ്റ് ത്രൂ. ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ഓൾഡ് മാൻ ഫെയിൻറ്റഡ് ഇമ്മീഡിയറ്റ്ലി ദ ഡോക്ടർ വാസ് സെൻറ്റ് ഫോർ. സെൻറ്റ് ഫോർ എന്ന് പറയുന്നത് ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഐ വാസ് ഡാഷ് ആഫ്റ്റർ മൈ ഡാഡ്സ് ബെസ്റ്റ് ഫ്രണ്ട്. ഓപ്ഷൻ എ കോൾഡ്, ഓപ്ഷൻ ബി ടേംഡ്, ഓപ്ഷൻ സി ലേബിൾഡ്, ഓപ്ഷൻ ഡി നെയിംഡ്. ശരിയുത്തരം എന്ന് പറയുന്നത് ഐ വാസ് നെയിംഡ്, ഓപ്ഷൻ ഡി, ആഫ്റ്റർ മൈ ഡാഡ്സ് ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ പേര് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ പേരായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇൻ എ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂം ദ സൈലൻറ്റ് പീരീഡ് റെഫേഴ്സ് ടു എ ടൈം വെൻ ലേണേഴ്സ്. നമ്മളുടെ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂമിൻ്റെ അകത്ത് സൈലൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. ആ സമയത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രോസസ് ദ ലാംഗ്വേജ്, ഓപ്ഷൻ ബി ഡു റിട്ടൺ വർക്ക്, ഓപ്ഷൻ സി ഡു പ്രോജക്റ്റ് വർക്ക്, ഓപ്ഷൻ ഡി യൂസ് പ്രയർ ടൈം. ഈ സൈലൻറ്റ് പീരീഡിൻ്റെ അകത്ത് നമ്മളുടെ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂമിൻ്റെ അകത്ത് കുട്ടികളാണെങ്കിൽ ഓപ്ഷൻ എ പ്രോസസ് ദ ലാംഗ്വേജ്, കുട്ടികൾ അത്ര നേരം പഠിച്ചിട്ടുള്ള ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലൂടെ കടക്കണൊക്കെ മുൻപ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും 2 വീഡിയോകൾ കാറ്റഗറി 1-ൻ്റെയും 1 വീഡിയോ കാറ്റഗറി 2-ൻ്റെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 8:15 വൈകുന്നേരം 5:15 കാറ്റഗറി 1, ഉച്ചയ്ക്ക് 1:15 കാറ്റഗറി 2 അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണാത്തതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ദ ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ് റെപ്രസെൻറ്റ് എ ഗ്രേറ്റ് ടെക്നോളജിക്കൽ ഡാഷ്. മൈക്രോ പ്രോസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്തപ്പോൾ അത് ഒരു ടെക്നോളജിയിലൊരു വലിയ ഡാഷ്. ഓപ്ഷൻ എ ബ്രേക്ക് ഔട്ട്, ഓപ്ഷൻ ബി ബ്രേക്കപ്പ്, ഓപ്ഷൻ സി ബ്രേക്ക് ഡൗൺ, ഓപ്ഷൻ ഡി ബ്രേക്ക് ത്രൂ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു മൈക്രോ പ്രോസസ്സേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ. അതാണ് എൻ്റെ മലയാളത്തിൽ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. With a heavy traffic, the flight was delayed for 2 hours. The correct expression is, താഴെ നൽകിയിരിക്കുന്നതിൽ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്രഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻ ഹെവി ട്രാഫിക്, ഓപ്ഷൻ ബി ബിക്കോസ് ഹെവി ട്രാഫിക്, ഓപ്ഷൻ സി സിൻസ് ഹെവി ട്രാഫിക്, ഓപ്ഷൻ ഡി ഓവിങ് ടു ദ ഹെവി ട്രാഫിക്. ഇപ്പോൾ കറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓവിങ് ടു ദ ഹെവി ട്രാഫിക് എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം. ദ വുമൺ അപ്പിയർഡ് ടു ബി ഡാഷ് വിത്ത് എ ലോട്ട് ഓഫ് ട്രബിൾസ്. ഓപ്ഷൻ എ ബർഡൻ, ഓപ്ഷൻ ബി ലോഡഡ്, ഓപ്ഷൻ സി ബോയൻറ്റ്, ഓപ്ഷൻ ഡി ലോഡഡ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബർഡൻ. ആ സ്ത്രീ കാണുമ്പോൾ ഒരുപാട് കഷ്ടതകൾ ചുമക്കുന്ന ഒരാളെ പോയിട്ടാണ് തോന്നുന്നത്. എന്താണ് അതിൻ്റെ മലയാളത്തിൽ വരുമ്പോൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം.
dash he gets the less he walks on his own. Option A older, option B as old, option C as old as, ഓപ്ഷൻ ഡി ദ ഓൾഡർ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ ഓൾഡർ ഹീ ഗെറ്റ്സ് ദ ലെസ് ഹീ വാക്സ് ഓൺ ഇസ് ഓൺ. വയസ്സാവും തോറും അവന് സ്വന്തമായിട്ട് നടക്കുന്നതും കുറയുന്നുണ്ട്. അതാണ് എൻ്റെ മലയാളത്തിൽ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ബീയിങ് എക്സ്പോസ്ഡ് ടു റൈറ്റ് ലെവൽ ഓഫ് ലാംഗ്വേജ് ഹെൽപ്പ് ലേണേഴ്സ്. കറക്റ്റ് ലെവലിലുള്ള ഭാഷയുമായിട്ട് കുട്ടി വ്യവഹരിക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? ഓപ്ഷൻ എ ഇൻക്രീസ് ദെയർ ഇൻ്ററാക്ഷൻസ്, ഓപ്ഷൻ ബി അക്വയർ മോർ ലാംഗ്വേജ്, ഓപ്ഷൻ സി ചെക്ക് ദെയർ ഓൺ പ്രോഗ്രസ്, ഓപ്ഷൻ ഡി പേ അറ്റൻഷൻ ടു ആക്യുറസി. അപ്പോൾ കറക്റ്റ് ലെവലിലുള്ള ലാംഗ്വേജുമായിട്ട് ഒരു കുട്ടി ഇടപഴകുകയാണെങ്കിൽ അവൻ്റെ ഓപ്ഷൻ എ ഇൻക്രീസ് ദെയർ ഇൻ്ററാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുള്ള ഇൻട്രാക്ഷൻസ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ടേം ആൻഡ് ടെസ്റ്റ്സ് ആർ പാർട്ട് ഓഫ്. വാർഷിക പരീക്ഷകൾ അല്ലെങ്കിൽ ടേമാന്ത്യ പരീക്ഷകൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്? ഓപ്ഷൻ എ സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ ബി ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ടേം ആൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സമ്മേറ്റീവ് ഇവാലുവേഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ടേം ആൻഡ് പരീക്ഷകൾ നടത്തുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ലെറ്റർ, നോട്ടീസ്, പ്രൊഫൈൽ, കോൺവെർസേഷൻ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ ഡാഷ്. ലെറ്ററുകൾ, നോട്ടീസുകൾ, കോൺവെർസേഷനുകൾ എന്നിവയെല്ലാം ഏതിൻ്റെ എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാംഗ്വേജ് എലമെൻറ്റ്സ്, ഓപ്ഷൻ ബി ലാംഗ്വേജ് കൺവെൻഷൻ, ഓപ്ഷൻ സി ലാംഗ്വേജ് ഡിസ്കോഴ്സസ്, ഓപ്ഷൻ ഡി ലാംഗ്വേജ് യൂണിറ്റ്സ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ലെറ്റർ, നോട്ടീസ്, കോൺവെർസേഷൻ. ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഠനാശയം വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് തരം കാര്യങ്ങളും ലാംഗ്വേജ് ഡിസ്കോഴ്സസിൻ്റെ അകത്താണ് വരിക. ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെയുണ്ടോ, നമ്മളിപ്പോൾ ലെറ്റേഴ്സ് ആവാം, നോട്ടീസ് ആവാം, സ്റ്റോറി ആവാം, പോയം ആവാം, അതുപോലെ ചാർട്ടാവാം, എന്തോ ആവാം, അതിനെല്ലാം പറയുന്ന പേരാണ് ഈ ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ്. ഐഡൻറ്റിഫൈ ദ ഫ്രേസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് പോസ്റ്റ്പോൺ. മീറ്റിംഗ് മാറ്റിവെച്ചു. അപ്പോൾ പോസ്റ്റ്പോൺഡ് എന്നുള്ള വാക്കുമായിട്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്നുള്ള വാക്കുമായിട്ട് സാമ്യമായിട്ടുള്ള വേറൊരു വേർഡ് അല്ലെങ്കിൽ ആ വാക്കിനെ മാറ്റി വേറൊരു വാക്ക് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ പുട്ട് എസൈഡ്, ഓപ്ഷൻ സി പുട്ട് ഓൺ, ഓപ്ഷൻ ബി പുട്ട് ഓഫ്, ഓപ്ഷൻ ഡി പുട്ട് ഇൻ. ഇപ്പോൾ ഈ പോസ്റ്റ്പോൺഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പുട്ട് ഓഫ് എന്നുള്ളതാണ് ശരി ഉത്തരം. പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണ്, മീറ്റിംഗ് പോസ്റ്റ്പോണ്ട് ചെയ്തു എന്ന് പറയണേക്കാൾ അല്ലെങ്കിൽ പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുള്ള വാക്കിന് പകരം പറയുന്നതാണ് ഈ പുട്ട് ഓഫ് എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ദ ഫീൽഡ് ബിറ്റ്വീൻ വാട്ട് എ ലേണർ ക്യാൻ ഡു ബൈ ഹിംസെൽഫ് ഓർ ഹെയർസെൽഫ് ആൻഡ് വാട്ട് ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ ടീച്ചർ ഈസ് കോൾഡ് ആസ്. ഒരു പഠിതാവിന് അവന് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതും ഒപ്പം തന്നെ ഒരു ടീച്ചറുടെ അല്ലെങ്കിൽ പരസഹായത്തോടു കൂടി എത്തിച്ചേരാൻ പറ്റുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെയാണ് എന്ത് പറയുന്നത്?
ഓപ്ഷൻ എ സ്കാഫോൾഡിംഗ്, ഓപ്ഷൻ ബി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ സി അസിമിലേഷൻ, ഓപ്ഷൻ ഡി അക്കോമഡേഷൻ. അപ്പോൾ ഇതേപോലെ ടീച്ചറിൻ്റെ സപ്പോർട്ട് കൂടി ഒരു പഠിതാവിൻ്റെ സ്വന്തം നിലവാരം ഒരു ടീച്ചറെ സപ്പോർട്ടും കൂടി എത്താൻ പറ്റുന്ന ആ ലെവലിൽ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് ഓപ്ഷൻ ബി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് പറയുന്നത്, അഥവാ സമീപസ്ഥ വികാസ മണ്ഡലം. ഈ വികാസം ഇങ്ങനെ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു ടീച്ചർ നൽകുന്ന സഹായത്തിനെയാണ് നമ്മൾ ഈ സ്കാഫോൾഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഡിലേഡ് ഫിസിക്കൽ ഗ്രോത്ത്, ക്യാരക്ടറിസ്റ്റിക് ഫേഷ്യൽ ഫീച്ചേഴ്സ്, മൈൽഡ് ടു മോഡറേറ്റ് ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ആർ ദ സിംറ്റംസ് ഓഫ്. താമസിച്ചിട്ടുള്ള ശാരീരിക വളർച്ച, പ്രത്യേകമായിട്ടുള്ള മുഖഭാവങ്ങൾ അല്ലെങ്കിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ്, ചെറുതായിട്ട് ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി, ഇവയൊക്കെ ഏതിൻ്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡൗൺ സിൻഡ്രോം, ഓപ്ഷൻ ബി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഓപ്ഷൻ സി മെൻ്റൽ റിട്ടാർഡേഷൻ, ഓപ്ഷൻ ഡി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡൗൺ സിൻഡ്രോം എന്നുള്ളത്. അതിൻ്റെ ഡൗൺ സിൻഡ്രോം ഭാഗമായിട്ടാണ് ഇങ്ങനെ ഡിലേഡ് ഫിസിക്കൽ ഗ്രോത്തും ക്യാരക്ടറിസ്റ്റിക് ഫേഷ്യൽ ഫീച്ചേഴ്സും മൈൽഡ് ടു മോഡറേറ്റ് ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റിയും വരാനുള്ള കാരണം, അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ദ എക്സ്പ്രഷൻ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇൻ മൂന്നാർ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ബിലോ freezing in the sentence once in a blue moon means. ഒരു എക്സ്പ്രഷൻ നമ്മൾക്ക് തന്നേക്കാണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമുക്ക് തന്നേക്കാണ്. ഒരു നീല ചന്ദ്രനുള്ള രാത്രിയിൽ മൂന്നാറിലെ താപനില വെള്ളമൊക്കെ ഫ്രീസ് ആവുന്ന രീതിയിൽ എത്തും, അല്ലെങ്കിൽ ഫ്രീസിങ് പോയിന്റിന് താഴെ എത്തും. അതിൻ്റെ അകത്ത് ഈ ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ള ആ എക്സ്പ്രഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൺസ് ഡ്യൂറിങ് ദ നൈറ്റ്, ഓപ്ഷൻ ബി വൺസ് ഡ്യൂറിങ് മൂൺലൈറ്റ് നൈറ്റ്, ഓപ്ഷൻ സി റയർലി, ഓപ്ഷൻ ഡി നെവർ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, റയർലി എന്നുള്ളത്. എന്ന് വെച്ചാൽ മൂന്നാറിൻ്റെ ടെമ്പറേച്ചർ ഫ്രീസിങ് പോയിൻ്റ് താഴെ പോകുന്നത് വളരെ വിരളമായിട്ടാണ് എന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകുക. ഐഡൻറ്റിഫൈ ദ സിമ്പിൾ സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന സിമ്പിൾ സെൻറ്റൻസ് എടുത്ത് എഴുതാനാണ് അല്ലെങ്കിൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ഓപ്ഷൻ ബി Sita asked me where I lived. Option C take whatever you want. Option D I accept the principle that all men are equal. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ദ ചൈൽഡ് വാസ് അൺവില്ലിംഗ് ടു പാർട്ട് ഡാഷ് ഹിസ് ടോയ്സ്. കുട്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ടോയ്കളെ. ഓപ്ഷൻ എ 4, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ബി അറ്റ്, ഓപ്ഷൻ ഡി വിത്ത്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ദ ചൈൽഡ് വാസ് അൺവില്ലിംഗ് ടു പാർട്ട് വിത്ത് ഹിസ് ടോയ്സ് എന്നുള്ളത്. നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. Some people still throw waste around the city. ചില വ്യക്തികൾ നഗരത്തിന് ചുറ്റും വേസ്റ്റ് ഇപ്പോഴും ഇടാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഡോണ്ട് ദേ, ഓപ്ഷൻ സി ഈസ് ഇറ്റ്, ഓപ്ഷൻ ബി ഈസിൻറ്റ് ഇറ്റ്,
ഓപ്ഷൻ ഡി ഡിഡ് ദേ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡോണ്ട് ദേ. സം പീപ്പിൾ സ്റ്റിൽ ത്രോ വേസ്റ്റ് അറൗണ്ട് ദ സിറ്റി, ഡോണ്ട് ദേ എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ദ സ്ലിപ്പേഴ്സ് ആർ ഡാഷ് ദ ബെഡ്. ഇത് പ്രിപ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സ്ലിപ്പേഴ്സ് ബെഡിൻ്റെ എന്നാണ് അതിൻ്റെ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള പരിഭാഷ. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി അണ്ടർ, ഓപ്ഷൻ ഡി വിത്ത്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ സ്ലിപ്പേഴ്സ് ആർ അണ്ടർ ദ ബെഡ്. സ്ലിപ്പേഴ്സ് നമ്മളുടെ കട്ടിലിൻ്റെ താഴെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മലയാളത്തിൽ വരുമ്പോൾ ഉള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ദ ബെഡ് ഈസ് ഡാഷ് ദ ഷെൽഫ്. ഓപ്ഷൻ എ അണ്ടർ, ഓപ്ഷൻ ബി ബിസൈഡ്, ഓപ്ഷൻ സി എബവ്, ഓപ്ഷൻ ഡി ഓൺ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ബെഡ് ഈസ് ബിസൈഡ് ദ ഷെൽഫ്. ബെഡ് എന്ന് പറയുന്നത് ഷെൽഫിന് അരികെയാണ്. നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദേ ഹാവ് പബ്ലിഷ്ഡ് ദ ബുക്ക്. താഴെ നൽകിയിരിക്കുന്നവയിൽ ദേ ഹാവ് പബ്ലിഷ്ഡ് ദ ബുക്ക്, അവർ ബുക്ക് പബ്ലിഷ് ചെയ്തു എന്നതിന് സിമിലർ ആയിട്ടുള്ള വാക്യം അല്ലെങ്കിൽ വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ്, ഓപ്ഷൻ ബി ദ ബുക്ക് ഈസ് പബ്ലിഷ്ഡ്, ഓപ്ഷൻ സി ദ ബുക്ക് ഹാസ് ബീൻ പബ്ലിഷ്ഡ്, ഓപ്ഷൻ ഡി ദ ബുക്ക് had been published. The book have published, they have published the book എന്നുള്ളതിൻ്റെ സെയിം മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് the book has been published എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. Which of the following is not an example for a language discourse? താഴെ നൽകിയിരിക്കുന്നവയിൽ ലാംഗ്വേജ് ഡിസ്കോഴ്സിന് ഉദാഹരണമല്ലാത്തത് ഏത്? നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിനകത്ത് പറഞ്ഞിരുന്നു ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഓപ്ഷൻ എ ലെറ്റർ, ഓപ്ഷൻ ബി ഷോർട്ട് സ്റ്റോറി, ഓപ്ഷൻ സി പ്രൊഫൈൽ, ഓപ്ഷൻ ഡി റിലേറ്റീവ് ക്ലോസ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റിലേറ്റീവ് ക്ലോസ് എന്നുള്ളത്. ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകൻ ഉപയോഗിക്കുന്ന ഏതുതരം ഉപകരണങ്ങളെയും ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തതാണ്. അത് ആരെങ്കിലും അത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ എക്സ്പ്രസ് എ സജഷൻ? താഴെ നൽകിയിരിക്കുന്നത് ഒരു സജഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, ഓപ്ഷൻ ബി വൈ ഡോണ്ട് യു കം വിത്ത് അസ്, ഓപ്ഷൻ സി യു ക്യാൻ ടേക്ക് ഇറ്റ്, ഓപ്ഷൻ ഡി യു മസ്റ്റ് പോളിഷ് യുവർ ഷൂസ്. സജഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വൈ ഡോണ്ട് യു കം വിത്ത് അസ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോട് വന്നതാണ് എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് നീങ്ങാം. എ ടെസ്റ്റ് ദ ലേണേഴ്സ് ഡു ടു സീ ഹൗ ഗുഡ് ദേ ആർ അറ്റ് ഇംഗ്ലീഷ് ഇൻ ജനറൽ ഈസ് എ ഡാഷ്. ഏതു തരം ടെസ്റ്റാണ് കുട്ടികൾ അല്ലെങ്കിൽ പഠിതാക്കൾ അവരുടെ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം എത്രത്തോളം ഉണ്ടെന്ന്, സാമാന്യ പരിജ്ഞാനം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്ലോസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഓപ്ഷൻ സി ഓറൽ ടെസ്റ്റ്, ഓപ്ഷൻ ഡി റിട്ടൺ ടെസ്റ്റ്. ഈ ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ടെസ്റ്റിനാണ്. ഈ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമർ പോർഷൻ ബ്ലാങ്ക് ആയിരിക്കും, അത് ഫില്ല് ചെയ്യുന്നതാണ് ഈ ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓറൽ ടെസ്റ്റ് എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസസ്
disagreement from the ones given below. താഴെ നൽകിയിരിക്കുന്നവയിൽ ഡിസഗ്രിമെൻ്റ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. ഓപ്ഷൻ ബി, യു ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദാറ്റ്. ഓപ്ഷൻ സി, യു സേ ഹീ ഈസ് എ ഗുഡ് മാൻ ബട്ട് ഐ ബെഗ് ടു ഡിഫർ. ഓപ്ഷൻ ഡി, ലെറ്റ്സ് ഡു ഇറ്റ് നൗ. ഡിസഗ്രിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. യു സേ ഹീ ഈസ് എ ഗുഡ് മാൻ ബട്ട് ഐ ബെഗ് ടു ഡിഫർ. താങ്കൾ പറയുന്നു ഇങ്ങനൊരു നല്ല മനുഷ്യനാണെന്ന്, പക്ഷേ ഞാൻ അതിനോട് വിയോജിക്കുന്നു എന്നുള്ളത്. ഇത് റിപ്പീറ്റായിട്ട് 2-3 പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് നൽകിയിട്ട് ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ചോദ്യം പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, യു നീഡ് ടു അബാൻഡൺ ഓൾ യുവർ ബാഡ് ഹാബിറ്റ്സ്. ഐഡൻറ്റിഫൈ ദ ഫ്രേസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് അബാൻഡൺ. നിങ്ങൾ നിങ്ങളുടെ ദുശീലങ്ങളെല്ലാം മാറ്റേണ്ടി വരും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ളതിൻ്റെ ഫ്രേസിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഗീവ് ഇൻ. ഓപ്ഷൻ ബി, ഗീവ് അപ്പ്. ഓപ്ഷൻ സി, ഗീവ് എവേ. ഓപ്ഷൻ ഡി, ഗീവ് എലോങ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഗീവ് അപ്പ് എന്നുള്ളത്. ഗീവ് അപ്പ് എന്ന് പറയുന്ന വാക്കാണ് അബാൻഡൻ എന്ന പദത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വാക്ക്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഗോയിങ് ടു ജപ്പാൻ. ഓപ്ഷൻ എ, ആർ. ഓപ്ഷൻ ബി, ഈസ്. ഓപ്ഷൻ സി, വിൽ. ഓപ്ഷൻ ഡി, വേർ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഈസ് എന്നുള്ളത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ഗോയിങ് ടു ജപ്പാൻ. എൻ്റെ ഒരു കൂട്ടുകാരൻ ജപ്പാനിലോട്ട് പോകാൻ പോവുകയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം. ദ മിനിസ്റ്റർ ഓർഡേർഡ് ദ ഒഫീഷ്യൽസ് ടു കളക്ട് ഡാഷ് ഫ്രം ഓൾ പോസിബിൾ സോഴ്സസ്. ഓപ്ഷൻ എ, ഡാറ്റ. ഓപ്ഷൻ ബി, ഇൻഫർമേഷൻസ്. ഓപ്ഷൻ സി, പീസസ് ഓഫ് ഇൻഫർമേഷൻസ്. ഓപ്ഷൻ ഡി, ഡാറ്റ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡാറ്റ. മിനിസ്റ്റർ ഓർഡർ ഇട്ടേക്കാണ്, അവർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഓർഡർ ഇട്ടേക്കാണ്, നിങ്ങൾ ഏത് വിധേനയും ഡാറ്റ കളക്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. എ ടീച്ചർ ആസ്ക്ഡ് ദ ലേണേഴ്സ് ടു തിങ്ക് ഓഫ് ഐഡിയാസ് ക്വിക്ക്ലി അബൌട്ട് ദ ടോപ്പിക് സേവ് വാട്ടർ. ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ പഠിതാക്കളുടെ അടുത്ത് പെട്ടെന്ന് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, സേവ് വാട്ടർ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഐഡിയാസ് ആലോചിക്കാൻ പറയുകയാണ്. ഓൾസോ ആസ്ക് ദം ടു നോട്ട് ഡൗൺ ദെയർ ഐഡിയാസ് ബിഫോർ റൈറ്റിംഗ് ദ ആർട്ടിക്കിൾസ് ഓൺ സേവ് വാട്ടർ. ആദ്യം അധ്യാപിക ചിന്തിക്കാൻ പറയുന്നു, ചിന്തിച്ചിട്ട് അവ ആദ്യം നോട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നു. തുടർന്ന് ആ ഐഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് സേവ് വാട്ടർ എന്നുള്ളൊരു ആർട്ടിക്കിൾ എഴുതാൻ പറയുന്നു. അപ്പോൾ അധ്യാപിക ഷീസ് ഫോക്കസിങ് ഓൺ. അപ്പോൾ അധ്യാപകൻ എന്താണ് അവിടെ കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നത്, ഏത് രീതിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡ്രിൽ. ഓപ്ഷൻ ബി, അസസ്മെൻറ്റ്. ഓപ്ഷൻ സി, ബ്രെയിൻ സ്ട്രോമിങ്. ഓപ്ഷൻ ഡി, ചെക്ക് ലിസ്റ്റ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബ്രെയിൻ സ്ട്രോമിങ് എന്നുള്ളത്. അവൻ്റെ കുട്ടിയുടെ മനസ്സിലുള്ള എല്ലാ ആശയങ്ങളും ആദ്യം പുറത്തോട്ട് എടുത്തിട്ട് അതിന് ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് എഴുതുന്ന ഒരു രീതിയാണ്. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കിടക്കാം. ഫങ്ഷണൽ ഗ്രാമർ സ്റ്റാൻഡ് ഫോർ യൂസിങ് ഓർ ടീച്ചിങ് ഗ്രാമർ ഇൻ ത്രൂ. ഫങ്ഷണൽ ഗ്രാമർ എന്ന് പറയുന്നത് കുട്ടീൻ്റെ ഗ്രാമർ. ഓപ്ഷൻ എ, പാസിംഗ്. ഓപ്ഷൻ ബി, എക്സ്പ്ലനേഷൻ ഓഫ് ലിറ്റററി കണ്ടൻറ്റ്. ഓപ്ഷൻ സി, കോണ്ടെക്സ്റ്റ്. ഓപ്ഷൻ ഡി, ഐസൊലേഷൻ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കോണ്ടെക്സ്റ്റിലുള്ള. ഫങ്ഷണൽ ഗ്രാമർ എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന രീതിയാണ്. അടുത്ത ചോദ്യം. റിയ, എ ടീച്ചർ ഓഫ് ക്ലാസ് 2, is presenting language items in her instructions and the learners are doing exactly as she is telling them to do. What is she practicing? റിയ എന്ന് പറഞ്ഞ 2ാം ക്ലാസ്സിലെ ടീച്ചർ കുട്ടികൾക്ക് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ അധ്യാപിക പറയുന്ന പോലെ തന്നെ കുട്ടികൾ
അനുസരിക്കുന്നുമുണ്ട്. ഈ രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് മെത്തേഡ്, ഓപ്ഷൻ ബി ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ഓപ്ഷൻ സി ഡയറക്റ്റ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്നുള്ള രീതിയാണിത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക, അവയ്ക്കൊക്കെ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ പോരായ്മ നമ്മുടെ ചാനലിൽ കാണുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തിയാൽ മതി. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ അത് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ 30 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ പോരായ്മകൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ക്ഷമിക്കുക. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്നതിലും വോയിസ് കൊടുക്കുന്നതിലും ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്സ് ആണ്. സദയം ക്ഷമിക്കുക. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.